പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ കഥയത്രേ ലാസറിൻ്റെയും ധനവാന്റെയും സ്റ്റോറി. ഹല്ലേലൂയ. അതിനകത്ത് ഇതാ ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുന്ന ഒരു വാക്യം അത്രേ ഹല്ലേലൂയ നാം ചിന്തിച്ച ഈ ഒരു വാക്യം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. പ്രിയരെ, ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്, ഒരു കാലം തന്നിട്ടുണ്ട്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ പ്രതികരിക്കാൻ ഒരു സമയം തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും മനുഷ്യർ ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ കഠിനമായി ദൈവവചനത്തോട് പെരുമാറും. മനുഷ്യർ പലപ്പോഴും വചനത്തിന് നേരെ മുഖം തിരിച്ചു കളയാറുണ്ട്. ഹല്ലേലൂയ. ശാഠ്യ മനോഭാവത്തോടെ, സ്റ്റിഫ് നെക്കോടെ ഹല്ലേലൂയ താൻ ആരുടെ മുമ്പിൽ തലകുനിക്കത്തില്ലെന്ന് പറഞ്ഞ് വചനത്തെ കോട്ടിക്കളയുന്ന ഒരു സമയം കാണും. പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മടങ്ങി വാ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ ദൈവത്തെ സ്വീകരിക്കുക. ദൈവത്തെ ഹല്ലേലൂയ രക്ഷിതാവായി, ഹല്ലേലൂയ അപ്പനായി, നമ്മുടെ ദൈവവും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുക. അങ്ങനെയെങ്കിൽ യാതനാ സ്ഥലത്ത് പോകാതെ, നിൻ്റെ സഹോദരങ്ങളെ അവിടെ തള്ളിവിടാതെ നിനക്ക് നിത്യത പ്രാപിക്കാൻ സാധിക്കും. പ്രിയരെ, ഈ ലോകത്തിൽ നാം എന്തു നേടിയാലും, സർവ്വലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ദൈവവചനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ചോദ്യം അതത്രേ, ഏറ്റവും ശക്തമായ ഒരു ചോദ്യമാണ്. ഈ ലോകത്തിലൊരു പക്ഷേ പ്രിയരെ നിങ്ങളെല്ലാം നേടിക്കാണും. ഈ ലോകത്തിൽ നിങ്ങൾ ധനവാനെ പോലെ ജീവിച്ച് കാണും, നിങ്ങൾ ആഡംബരത്തോടെ ജീവിച്ച് കാണും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് 5 സഹോദരന്മാർ കാണും, അല്ല അതിൽ കൂടുതൽ കാണും. നല്ല കൂട്ടുകാരുടെ വലിയൊരു ഗണം നിങ്ങൾക്ക് കാണും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി മാറിക്കാണും. പക്ഷെ നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ഇന്ന് പകൽക്കാലം കർത്താവ് അതേ ചോദ്യം ചോദിക്കുന്നു. നിന്നെ ഹല്ലേലൂയ പാതാളത്തിലും നരകത്തിലും തള്ളിക്കളയാതെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയാ അവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു ക്രൂശിൽ യാഗമായി തീർന്നത്. പ്രിയരെ, അത് നാം മറക്കരുത്. നിങ്ങളെ പ്രാണനു തുല്യം സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ അവസാന തുള്ളി ചോര പോലും ഒഴുക്കി തന്നത് നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാ, നിങ്ങൾ യാതന അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. ഈ ലോകത്തിലും നിത്യതയിലും നിങ്ങളെ ജയത്തോടെ നടത്താൻ എൻ്റെ അപ്പയ്ക്ക് പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം കർത്താവിൻ്റെ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, ശക്തിയുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ ദൈവവചനത്തിന് നേരെ മറുതലിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ഒരു പൈതലിനെ പോലെ നേർപ്പിച്ചു കൊടുത്താട്ട് തിരിച്ച് ഹല്ലേലൂയ ചോദിക്കാതെ, ഹല്ലേലൂയ മറുചോദ്യം ചോദിക്കാതെ, ഹല്ലേലൂയ ദൈവത്തോട് ബാക്ക് ആൻസർ പറയാതെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ, ഒന്ന് മുഴങ്കാലും മടക്കുമോ? അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ ഈ ധനവാൻ നിലവിളിച്ചതുപോലെ നിലവിളിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പ്രിയ ധനവാനെ, ഹല്ലേലൂയ പാതാളത്തിൽ ചെന്നപ്പോഴാണോ നിൻ്റെ സഹോദരനെക്കുറിച്ച് നിനക്ക് ബോധ്യം വന്നത്? ഹല്ലേലൂയ യാതന അനുഭവിച്ചപ്പോഴാണോ സഹോദരനെക്കുറിച്ച് ബോധ്യം വന്നത്? ഈ ലോകത്തിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, നന്മയോടെ ജീവിക്കുമ്പോൾ നിനക്ക് സഹോദരന്മാരുണ്ട് എന്നൊരു ബോധ്യം നിനക്ക് വരണം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിൽ പ്രവാചകനോട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ മനുഷ്യപുത്ര, ഹല്ലേലൂയ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു കാവൽക്കാരനാക്കി ഞാൻ നിന്നെ വച്ചിരിക്കുന്നു. നിൻ്റെ സഹോദരന്മാരോട് ദൈവത്തിൻ്റെ വചനത്തെ ഘോഷിപ്പാൻ ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ചില ഗ്രഹങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില മനുഷ്യർക്ക് കാവൽക്കാരനാക്കി വെച്ചിരിക്കുക. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ഏതിനിൽ കേട്ട അതേ ചോദ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ കാതിൽ മുഴങ്ങട്ടെ. നിൻ്റെ സഹോദരൻ എവിടെ? നിൻ്റെ മാതാപിതാക്കൾ എവിടെ? നിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ? നിൻ്റെ കൂട്ടായ്മയിലുള്ളവർ എവിടെ? നിൻ്റെ കൂട്ടുകാർ എവിടെ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവേ ഞാൻ അവരെ നേടിയെന്ന് പറയാൻ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നമ്മോട് കർത്താവ് അത് ഓർമ്മപ്പെടുത്തുന്നു. ചിലരോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞാട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത, എത്തിപ്പെടാൻ
കഴിയാത്ത, നമുക്ക് പോയി പറയാൻ കഴിയാത്ത ഒരു കാലം കാണും. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ പേര് നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ചിലരെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അതൊന്ന് ചെയ്താട്ട്. ചില അഭിഷിക്തന്മാരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, കർത്താവിൻ്റെ വചനം പറയുന്ന ചിലരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊത്തിരി സ്ഥലത്ത് എത്തട്ടെ. ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത്, ഞങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു ചെല്ലുന്ന, ഹല്ലേലൂയ ആഴിയെന്നോർക്കാതെ ആഴമെന്നാരായാതെ ഹല്ലേലൂയ ഇറങ്ങി ഞാൻ പ്രിയനെ എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ഇറങ്ങിയ ഒത്തിരി പേരുണ്ട്, ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. അവരെ പേര് പേരായി ഒന്ന് ഓർത്തിട്ട് ഒരു വാക്കൊന്ന് നിങ്ങൾക്കൊന്ന് ബ്ലസ് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അതാ. ഹല്ലേലൂയ. യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് എനിക്ക് 5 സഹോദരന്മാരുണ്ട് എന്നൊരു ബോധ്യം വരുന്നതിനെക്കാട്ടിലും മുമ്പ് തന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്ത് ചിലരുടെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയരെ, നിങ്ങളെ കർത്താവ് വിളിച്ചത് അതിനു വേണ്ടിയാ. നിൻ്റെ സഹോദരനെക്കുറിച്ച് പ്രാർത്ഥിപ്പാൻ, സഹോദരനോട് വചനം പറയാൻ, സഹോദരനെ സഹായിക്കാൻ, അവനെ ഒരു കൈത്താങ്ങൽ കൊടുത്ത് ഉയർത്താൻ, ചില അയൽക്കാരോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്നവരെ, നമ്മുടെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.